ഒടുക്കത്തെ സ്പീഡ്. യെസ്, മന്ത്രിയുടെ കാർ ബൈക്കുമായി ആക്സിഡന്റ് ആയി. എവിടെ വെച്ച്? കളക്ടറേറ്റ് അടുത്ത് വെച്ച്. സീരിയസ് ആണോ? യെസ് സർ. വണ്ടി നിർത്താതെ പോയി. എന്നിട്ട് നിർത്താതെ പോയോ? സാർ, വഴിക്ക് വെച്ച് ഈ വണ്ടി ഒരു ബൈക്കുമായിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി. യെസ്, അടുത്ത പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തേക്കൂ. ആ പയ്യന്റെ നില കുറച്ച് സീരിയസ് ആണ് സാർ. ചത്തോ? അറിയില്ല. മിസ്റ്റർ, ഒന്ന് ഇറങ്ങണം. എന്തിനാ ഇറങ്ങണം മിസ്റ്റർ, പറയാം. താനാരെ എന്നോട് ഇറങ്ങാനല്ലോ പറഞ്ഞത്. എക്സ്ക്യൂസ് മീ സാർ, ഗസ്റ്റ് ഹൗസിലേക്ക് സാറിന് പോലീസ് ജീപ്പിൽ പോവാം. ജീപ്പ്? സാറിന് നിയമം അറിയാമല്ലോ. ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കാണ്. സാർ, എന്ത് തോന്നിയാത്തോടോ താൻ കാണിച്ചത്? ഒരു മന്ത്രിയുടെ കാർ തരാൻ താനാരാ? തനിക്ക് എന്ത് അധികാരം? പൊതു നിയമം മന്ത്രിമാർക്കൊന്നും വേറിട്ടില്ലല്ലോ സാർ. ഒരാളെ കാറടിച്ചു കൊന്നാൽ അവൻ മന്ത്രിയായാലും രാജാവായാലും. നിർത്തണോ തന്റെ പ്രസംഗം? അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയാമോ? അതെന്തോ ആവട്ടെ, കൃത്യമായി ജോലി ചെയ്യാൻ പോലീസുകാർ ഭയപ്പെടുന്നതുകൊണ്ടാണ് റോഡിൽ കൊടിയേറ്റ കാറുകളുടെ ഈ മരണപ്പാച്ചിൽ. അത് നിർത്തണം സാർ. നിർത്തും. മരണപ്പാച്ചിലല്ല, തന്റെ ഈ തോന്നിവാസം. ഓക്കെയുള്ളൂ. നീ എന്തിനിങ്ങോട്ട് വന്നിട്ടേ വിട്ടിത്തം പറയുന്നു? കുട്ടിപോയി കണ്ടോളൂ. പക്ഷേ ബോധമില്ലാതെ കിടക്കുകയാണ്. വിളിച്ചു ഉപദ്രവിക്കരുത്. ഇവിടെ ഒരു സീനുണ്ടാക്കിയാൽ അതിന് നാണക്കേട് തനിക്കാ. ദൈവ, ആ വക്കീൽ പലതവണ വിളിച്ചു. സത്യരാജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. സസ്പെൻഷനോ ഡിസ്മിസിലോ വയ്യാഞ്ഞിട്ടല്ല. ഈ ഇഷ്യൂവിന്റെ പേരിൽ തന്നെ ശിക്ഷിച്ചാൽ അതൊരു കോൺട്രവേഴ്സിയാവും, മന്ത്രിയുടെ പ്രതിച്ഛായ ബാധിക്കും. അതുകൊണ്ട് നാട്ടുകാരെ ഭയന്ന് മന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞത് നടപടിയൊന്നും എടുക്കേണ്ടെന്ന്. ഓ, അങ്ങേരുടെ ഒരു ദയ. പക്ഷേ ട്രാഫിക്കിൽ തുടരാൻ കമ്മീഷൻ സമ്മതിക്കില്ല. നിന്നെ സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് മാറ്റി. എന്നെ അവിടെ തളച്ചിടാനാ? കാണാം. നിങ്ങളുടെ ഡാൻസ് ക്ലാസ് നിർത്തിയത് ഞാനിവിടെ ഉള്ളത് കൊണ്ടാണ്. ഉള്ള വരുമാനവും പോയില്ലേ? സാരമില്ല. പണക്കാരുടെ ആയുധമായിട്ടാ ഞാനിവിടെ ജീവിക്കുന്നത്. പണം എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളെ ഞാൻ സഹായിക്കാം. വേണ്ട, നിങ്ങളോട് ഒരു സഹായമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. അത് മതി. രാധയുടെ ഈ തന്റെ ഇടം ഐ അപ്രീഷിയേറ്റ്. ഞാനൊരു ആന്റി ഹീറോ ആണെങ്കിലും എന്നെ ആരാധിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. പക്ഷേ ചുണയുള്ള പെൺകുട്ടികളോടാണ് എനിക്കിഷ്ടം. രാധയെ പോലെ. കൈവിട്. ജയിലിലെ ഇരുമ്പഴി വളയ്ക്കുന്ന ഈ കയ്യിൽ നിന്നും കുതറി മാറാൻ പറ്റും. എടോ, ഞാനൊന്ന് ഉറക്ക കരഞ്ഞാൽ നീ ആ ഇരുമ്പഴിക്കുള്ളിലാകും. അടുത്ത വീട് പോലീസ് ഓഫീസറുടേതാണെന്ന് ഓർത്തു. വിടന്നെ. തന്റെ എല്ലാ നീതിത്തരങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ഇവിടെ താമസിപ്പിച്ചതെന്ന് ആവർത്തിച്ച് പറയണ്ടല്ലോ. ആ ലക്ഷ്യം നേടാതെ ഈ ശരീരവും മനസ്സും തൊട്ടശുദ്ധമാക്കാൻ സഹിക്കാൻ തിരുവനന്തപുരത്ത് നിന്ന് കാലത്ത് എത്തുകൊണ്ട് നേരെ പോയത് ആ വീട്ടിലേക്കല്ലേ? നീ ഏത് വേശ്യയുടെ വീട്ടിൽ പോകുന്നതിലും എനിക്ക് വിരോധമില്ല. ഈ സീതയുടെ വീട്ടിൽ വീഴുന്നേ ഞാൻ പറഞ്ഞോളൂ. നീ എന്തറിഞ്ഞാടാ ഈ പറയുന്നേ? എടാ, നമ്മളെല്ലാം കള്ളു കുടിക്കുന്നവരാ. അതിന് മാട്ട കഴുത്തിൽ കെട്ടി നടക്കണോ? നിന്റെ ഈ ചൊറിഞ്ഞ വർത്തമാനം നിർത്ത്. നീ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പുല്ല്
ജ്യോതി, എനിക്ക് എന്റെ ചേച്ചി ഒന്ന് കാണും. ബെന്നിക്ക് ഏതാ ചേച്ചി? ഉണ്ണികൃഷ്ണന്റെ ചേച്ചി, എന്റെ രാധ ചേച്ചി. നീ ഇല്ലത്ത് പോയി പറയണം. പറയാം. ഹലോ. ആ, നിങ്ങൾ എവിടെയായിരുന്നു? ഒരു കേസിൽ പെട്ടുപോയി. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതാണ്.